അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എപ്പോ നോക്കിയാലും ഒരു ഐസ്ക്രീം തീറ്റ്. അതും കൂടെ കഴിച്ചോ, പിടിച്ച്. നീ കഴിക്കടാ. എന്റെ ഈ ഭ്രാന്ത് നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ. അതാവുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. പിന്നെ നോക്കിയെങ്കിൽ ഇരുന്നേച്ചാ മതി. വേണ്ട. എടി കുടുംബത്തിൽ പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വെറുതെ മനുഷ്യൻ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. വാ, വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ അങ്ങ് പൊക്കോ, ഞാൻ വന്നോളാം. നീ വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? ഹാൻസി, നീ ചെല്ല്. എന്നാടാ ദോഷം അല്ലാതെന്താ? മാത്യു, എന്നോട് കളിയിറക്കിയ നിനക്കറിയാല, ബേബിയുടെ തോട്ടത്തില് ആന അങ്ങ് ഇറങ്ങും. നല്ല ഒന്നാന്തര ഒറ്റക്കൊമ്പൻ. ഇതേ പുൽപ്പാറയിലെ ജോയിയാ, ഒരുപാടങ്ങ് വിളയല്ലേ. വെച്ചിട്ട് പോടാ. നല്ല ചൂടിലാണല്ലോ. പിന്നെ അല്ലാതെ. അവനാ ബ്രോക്കർ മാത്യൂസ്. ഞാൻ ടോക്കൺ കൊടുക്കാൻ ഏൽപ്പിച്ച 10 ഏക്കറെ അവൻ ബേബിക്ക് കച്ചവടാക്കിന്ന്. പണി കൊടുക്കണ്ടേ? പിന്നെ റവന്യൂ മിനിസ്റ്റർ അവന്റെ ഏതോ മുള്ളിയപ്പത്തറച്ച ബന്ധത്തിലുള്ളെന്ന് പറഞ്ഞല്ല കുന്നായ്മയാ. ചേറ്റ, ഞങ്ങളുടെ പാടത്തും പറമ്പിലും കുഴി വെട്ടിയും തടം കോരിയും തേങ്ങ വെട്ടിയും നടന്നവരാ ഈ ബേബിയും ബേബിയുടെ തന്തയും തന്തയുടെ തന്തയും. ജീപ്പിന്റെ വാടകയൊന്നും വേണ്ട റൂവേ. ഡാ കുഞ്ഞനെ, നീ അന്ന് നാട്ടുകാരനും ബേബിയുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ജനപ്രിയെന്നൊക്കെ വെച്ച് കാച്ചിയില്ലേ, അതെനിക്കങ്ങ് ബോധിച്ച്. നീ മിടുക്കണടാ. വാടാ, കേറിട്ട് പോ. അപ്പോ നല്ല വെടിയുറച്ചുണ്ട്. നമ്മുടെ പുഴയുടെ അവിടെ നിന്ന് കിട്ടിയതാ. നല്ല നാടൻ പന്നിയാ. വേണ്ട ചായ. ഓ ആ പിന്നെ ആ പ്രാഞ്ചി മീൻകുളം കോപ്പെന്നൊക്കെ പറഞ്ഞ് എന്റെ അതിരെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ അതിരയിലെങ്ങാനും തൊട്ടാ അവനെ തല്ലി കൊന്ന് ഞാൻ പുഴയെ താത്തും. അന്നേരം നീ നിന്റെ ക്ലബ്ബുകാരും ചോദിക്കാൻ വന്നേക്കരുത്. നീ അവനോടൊന്ന് പറഞ്ഞേക്ക്. ശരി, പറഞ്ഞോളൂ. ആ ശരി. ഹലോ, ഒന്ന് വീടിന്റെ ഹാൻസി കൊച്ചേ. അപ്പൊ മോനെ പോലെയല്ല, സാറമ്മയ്ക്കനെ നന്നായിട്ട് വെരി ഗുഡ്. ഇവിടെ വന്നെന്നെ കണ്ണുവത്താനേ. നീ അല്ലാതെ പിന്നെ വേറെ ആരാ വരുന്നേ? അതെ, എന്നാത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നേ? ചെറുക്കനെ കൊണ്ടൊരു പെണ്ണൊട്ട് ചൂടായോ? അതെങ്ങനെയാ? അവന്റെ വാലെ തൂങ്ങി കുഞ്ഞുനാള് മുതൽ ഒരുത്തിയങ്ങ് നടക്കല്ലേ? ആണോ? എന്നാ പിന്നെ വാലെ തൂങ്ങിയും കെട്ടാൻ പറ. എന്നാത്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പിന്നില്ലേ സാറാമേ, കുറച്ച് വീട്ടിലിരുന്ന് മെഗാ സീരിയലൊക്കെ കാണണം കേട്ടോ. അതെന്തോന്നിനാ? എന്നാലല്ലേ കുറച്ച് അമ്മായിമ്മ പോരൊക്കെ പഠിച്ച ഒരു ഓളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടില്. ഒന്ന് പോടി അവിടെ, ചായ ഇട്ട് തരാം. അതെ അതെ, നമ്മുടെ നന്മമാരെ എവിടെ? പുൽപ്പാറയിൽ ജീപ്പും കൊടുത്തേച്ചിങ് വന്നതായിരുന്നു. കഞ്ഞിയും കുടിച്ചിരുന്നപ്പോ ആരോ ഫോൺ ചെയ്തു. ചാടി അങ്ങ് പോണതും കണ്ടു. അതല്ലേലും നമ്മുടെ ചെക്കന് നമ്മളെക്കാളും വലിയ നാട്ടുകാരാണല്ലോ. ഇതിപ്പോ എന്താണോ പുതിയ കുരിശ്? എന്നതാ കുഞ്ഞുവന്റെ തീരുമാനം? നീ ഇങ്ങനെ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന എങ്ങനെ കുഞ്ഞോനെ? ഒരു കൊള്ളാവുന്ന സ്കൂളിൽ, അതും ഹയർ സെക്കൻഡറിയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണമെന്നാ? നിന്റെ വീടും പറമ്പും വിറ്റാ പോലും അതിന് തികയത്തില്ല. അറിയോ? അറിയാലോ. തലയിലെടുത്ത പൊന്താത്ത കടങ്ങളും ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചിട്ടാ അപ്പച്ചൻ പോയത്. ഞാനും എൻ്റെ അമ്മച്ചിയും കഷ്ടപ്പെട്ടിട്ടാ ആ കടങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനിടയിൽ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ കുത്തിയിരുന്ന് പഠിച്ചതായി ചായ. എനിക്കൊരു അധ്യാപകനാവണം. എനിക്ക് വിശ്വാസമുണ്ട് ചായ, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. PSC വഴിയല്ലേ ഒലത്തും വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കളയാനായിട്ട്. അതുപോട്ടെ. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചത് ആൻസിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ. നമ്മുടെ അപ്പന്മാര് തമ്മിൽ
പണ്ടൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് നേരാ. അത് മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് അടുത്തിടപഴകുന്നുള്ളത് നേരാ. എന്ന് വെച്ച് കുഞ്ഞോനെ, അവക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അവർ അമേരിക്ക സെറ്റിൽഡാ. ഇവിടെ നിന്റെ ആ ഫ്രെഡിയുടെ ഒക്കെ ഇടയിൽ നിന്ന് പോയി എന്റെ കൊച്ചെങ്കിലും കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ. കുഞ്ഞോനെ, നീ വിവരമുള്ളവനാ. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. സെന്റിമെന്റ്സ് ഇട്ട് പുഴുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. ഇത് ഇച്ചാന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാ മതി. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. കുഞ്ഞുനെ ബേബിച്ചന്റെ തോട്ടത്തിലെ പണിക്ക് വന്ന 2 ബംഗാളി ലേബേഴ്സ് തരാന്ന് ബേബിച്ചൻ പറഞ്ഞു. അവർക്കുള്ള ബാറ്റായും ഫുഡും പിന്നെ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾ വാങ്ങാനുമേ ജസ്റ്റ് 25,000, 20,000 രൂപ നിങ്ങളും പിരിച്ചു തന്നാൽ മൈ ലൈഫ് ഹാപ്പി. യു നോ. ഒന്ന് പോയേ. ഓ മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാണ്. സോറി, യു പ്ലീസ് കാരി വുമൻ. ഹൈ സോറി, ഐ ആം വെയിറ്റിംഗ് മൈ മീൻകുളം. യെസ്, ഐ ആം വിഷ്ണു. Use fish tag. Fish tag is Prachi. Oh, my father is too. Is fish tag. Okay. സെന്റിമെന്റ്സ് ഇട്ട് പുഴുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. അമ്മച്ചി ഓടി വായോ. കൊല്ലി ഞാൻ നിന്നെ. നീ എന്നതായി കാണിക്കുന്നത്? കൈ വിടണം. എന്നെ അടിയിൽ കിടന്ന് അലറുന്നേ. അമ്മച്ചി, അയ്യോ എന്റെ കർത്താവേ, എന്നെ കൊച്ചി കാണിക്കുന്നേ. കത്തിക്ക് തന്നെ. ഇതെന്നതാ അമ്മച്ചി നടക്കുന്ന എവിടെ? എത്ര ദിവസം ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കത്തില്ല. എന്നെ കണ്ട പൊഴിഞ്ഞു മാറുകയും ചെയ്യും. അതെന്നാത്തിനാന്ന് എനിക്ക് പറയണം. മോളെ, നീ പോയി അവനൊരു ചായ എടുത്തു കൊടുക്ക്. ശരി മോളെ, കുറച്ച് ദിവസമായിട്ട് അവനിങ്ങനെയാ. ആരോടും മിണ്ടാട്ടുമില്ല. ചൊടിയും ചൊടയും ഇല്ലാണ്ട് മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുക. എന്നതാടാന്ന് ചോദിച്ചാ മിണ്ടത്തുമില്ല. അല്ല, ജിൻസി പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തേലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവുമെന്ന്. പിന്നെ അവൻ തെറ്റിയാൽ ഞാൻ തെറ്റൊന്നും തോന്നുന്നുണ്ട് എന്റെ സാറാമ്മച്ചിക്ക്. ഇത് കാര്യം വേറെന്തോ. എനിക്കൊന്നും അറിയാൻ മേല മോളെ. മോള് തന്നെ പോയി ചോദിക്കേ.
എടാ എന്നതാടാ നിന്റെ പ്രോബ്ലം? നീ എന്നാത്തിന് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഡേവിഡ് ചായ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? നീ ഇങ്ങ് നോക്കിയേ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ എന്നതാ പറയണ്ടേ? എടാ നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഡയലോഗ് ഒരു ഹീറോ പറഞ്ഞത് അതങ്ങ് വെച്ച് കാച്ചായിരുന്നില്ലേ? ആൻസി, നീ പറയുന്ന പോലെ സില്ലി അല്ലേ ഇത്? കുന്തം. ദേ അടുത്ത ദിവസം ഒരു അമേരിക്കക്കാരൻ്റെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പിന്നെ അവൻ ഈ പഞ്ചായത്തിൽ പെണ്ണ് ചോദിച്ച് വരത്തില്ല. പണി എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ പോട്ടാ, ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്നെ തറയ്ക്കാനുള്ള ഒരേ ഒരു കുരിശ് ഒടേ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ കുരിശ് നീയാ. ഓക്കെ ചിങ്ങട്? ഹോ, പെണ്ണ് കാണുന്ന മന എത്ര നേരം മസിലും പിടിച്ചേച്ചിരിക്കുന്നേ. വിശന്നിട്ട് വയറൊറ്റിപ്പോയി. എടി എങ്ങനെയുണ്ടെടി? ഇച്ചിരി കുരുമുളും കൂടി ഇട്ടേച്ചാ സംഭവം പൊളിച്ചെന്നെ കേട്ടോ. അതല്ല, ക്രിസ്റ്റഫർ പിന്നെ പൊളിയല്ലേ ചക്കൻ. ഇവക്ക് ഇഷ്ടപ്പെട്ട മോളെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കെ ഇപ്പൊ എന്നതാ ഉള്ളേ? നല്ല കലക്കൻ ചെക്കനാ. പിന്നെ അമേരിക്കാന്നൊക്കെ പറഞ്ഞ ആരാ ഒന്ന് തലയും കുത്തി വീഴാത്ത അല്ലേ? ഇച്ചായ, എന്നാ മോളെ? ഇത് ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല. ഇതെനിക്ക് ശരിക്കും ഇഷ്ടായി. ദേ ഈ മാരേജിന് ഞാൻ ഓക്കെ ആണേ. അപ്പൊ കാര്യങ്ങളൊക്കെ സ്പീഡ് ആയിക്കോട്ടെ.